ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് എക്കണോമിക്സിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് എന്താണെന്നും അതിൻ്റെ മീനിങ് എന്താണെന്നും മനസ്സിലാക്കാം. പ്രധാനമായിട്ടും 4 വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് ഇതിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ഇൻ എക്കണോമിക്സ്. ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ ഏറ്റവും ചുരുക്കി ലളിതമായ ഭാഷയിൽ എങ്ങനെ പറയാമെന്നുള്ളത്. ഓക്കെ, ഇപ്പം ഫേമസ് ആയിട്ടുള്ള 4 ഡെഫിനിഷൻസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. വേരിയസ് ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ് ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി ഹാവ് ബീൻ ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു 4 പാർട്സ്. 4 ഭാഗങ്ങളായിട്ടാണ് ഈ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷനെ തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് വെൽത്ത് ഡെഫിനിഷൻ ബൈ ആഡം സ്മിത്ത്. രണ്ടാമത്തേത് വെൽഫെയർ ഡെഫിനിഷൻ ബൈ ആൽഫ്രഡ് മാർഷൽ. മൂന്നാമത്തേത് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ബൈ ലയണൽ റോബിൻസ്. അടുത്ത നാലാമത്തേത് ഗ്രോത്ത് ഓറിയന്റഡ് ഡെഫിനിഷൻ ബൈ സാമുവൽസൺ. ഇങ്ങനെ 4 ഡെഫിനിഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ 4 ഡെഫിനിഷൻസിൽ ഏറ്റവും ആദ്യത്തേതും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഡെഫിനിഷനാണ് ഈ വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആഡം സ്മിത്തിൻ്റെതാണ്. ഓക്കെ, ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇദ്ദേഹം എക്കണോമിക്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എക്കണോമിക്സ് ഈസ് ദ സയൻസ് ഓഫ് വെൽത്ത്, അതായത് സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എക്കണോമിക്സ് എന്നാണ് ഇദ്ദേഹം എക്കണോമിക്സിനെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ആഡം സ്മിത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹം എന്ന് പറയുന്നത് 18th സെഞ്ചുറിയിലെ ഒരു സ്കോട്ട്ലൻഡുകാരനായ ഒരു ഫിലോസഫറാണ്. ഓക്കെ, ഹു ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇദ്ദേഹത്തിനെയാണ് മോഡേൺ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം 1776 ഒരു പുസ്തകം എഴുതും. അതായത് ആ പുസ്തകത്തിന്റെ പേര് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ്. ഓക്കെ, ഇതിനെ കുറച്ചുകൂടി പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത് വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് ഈ ബുക്കിനെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹി എംഫസൈസ്ഡ് ദാറ്റ് എക്കണോമിക്സ് ഇസ് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ഓക്കെ, അത് സമ്പത്തിനെ കുറിച്ചുള്ള ഒരു പഠനം. അതുകൊണ്ടാണ് അദ്ദേഹം ആ എക്കണോമിക്സിന് അങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, എക്കണോമിക്സ് എന്ന് പറയുന്നത് എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആണ്. അപ്പോൾ ഒരു രാജ്യത്ത് പ്രകൃതിയിൽ വിഭവങ്ങളുണ്ട്, നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്. ഓക്കെ, ആ നാച്ചുറൽ റിസോഴ്സ് എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കണം എന്നുള്ള ആ ഒരു എൻക്വയറിയും കൂടിയാണ് എക്കണോമിക്സ്. ഓക്കെ, അത് മാത്രമല്ല, ഈ റിസോഴ്സ് വിനിയോഗിക്കുന്നതിലൂടെ ഒരു രാജ്യത്തിന് എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാം, ഇതാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് വെൽഫെയർ ഡെഫിനിഷനാണ്. ഇത് ആൽഫ്രഡ് മാർഷലിൻ്റെതാണ്. ഓക്കെ, ഇദ്ദേഹം പറയുന്ന പ്രകാരം എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. അതായത് മനുഷ്യരെ കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഓക്കെ, അത് മാത്രമല്ല, ഇറ്റ് എൻക്വയർസ് ഹൗ ഹി ഗെറ്റ്സ് ഹിസ് ഇൻകം ആൻഡ് ഹൗ ഹി യൂസസ് ഇറ്റ്. അതായത് മനുഷ്യനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന വരുമാനം അഥവാ ഇൻകം എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും അവർക്കത് എങ്ങനെ കിട്ടുന്നുവെന്നും അതാണ് ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനിൽ ഇദ്ദേഹം എടുത്തു പറയുന്നത്. അത് നേരത്തെ പറഞ്ഞ ആഡം സ്മിത്തിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ആൽഫ്രഡ് മാർഷൽ ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷനെ എതിർത്തുകൊണ്ടാണ് ഇദ്ദേഹം ഡെഫിനിഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇദ്ദേഹം അതായത് ആൽഫ്രഡ് മാർഷൽ വാസ് ദ ഫസ്റ്റ് എക്കണോമിക്സ് ഹു ഡിനൈഡ് ദ വെൽത്ത് റിലേറ്റഡ് ഡെഫിനിഷൻ ഓഫ് ആഡം സ്മിത്ത്. ആഡം സ്മിത്തിൻ്റെ വെൽത്ത് റിലേറ്റഡ് ഡെഫിനിഷനെ ഡിനൈ ചെയ്ത ആദ്യത്തെ എക്കണോമിക്സ് ആണ് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ഹിസ് 2 books published in 1890 ഇദ്ദേഹം 2 ബുക്കുകൾ പബ്ലിഷ് ചെയ്തു. ഇതിലാണ് ഇദ്ദേഹം ഈ ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷനെ എതിർക്കുന്നത്. അതിൽ ആദ്യത്തേത് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആണ്, രണ്ടാമത്തത് എക്കണോമിക്സ് ഓഫ് ഇൻഡസ്ട്രി ആണ്. ഓക്കെ, അതിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെൽത്ത് ഈസ് ഫോർ മാൻ, അതായത് മനുഷ്യന് വേണ്ടിയിട്ടാണ് ഒരു പ്രകൃതിയിലുള്ള വെൽത്ത് എന്ന് പറയുന്നത്. ആൻഡ് മാൻ ഈസ് നോട്ട് ഫോർ വെൽത്ത്, അതായത് മനുഷ്യൻ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതല്ല മനുഷ്യൻ്റെ ജോലി. ഉള്ള വെൽത്ത് മനുഷ്യന് വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിന് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്നാൽ സ്മിത്ത് പറഞ്ഞിരുന്ന ഒരു കോൺട്രാഡിക്ഷൻ വരുന്നത് ഇവിടെയാണ്. അതായത് സ്മിത്ത് പറഞ്ഞിരിക്കുന്നത് എക്കണോമിക്സ് ഇസ് എ സയൻസ് ഓഫ് വെൽത്ത് എന്നാണ്. ഓക്കെ, അപ്പോൾ അതിനെ എതിർത്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ആസ് പെർ ഹിം വെൽത്ത് ഈസ് നോട്ട് ദ എൻഡ്, അവസാനത്തെ ഒരു ഉപാധി അല്ല എന്തെന്ന് പറയുന്നത് വെൽത്ത് എന്ന് പറയുന്നത്. ബട്ട് ഓൺലി എ മീൻസ് ടു അറ്റൈൻ വെൽഫെയർ, അതായത് ഒരു രാജ്യത്ത് വെൽഫെയർ കൊണ്ടുവരുന്നതിനുള്ള ഒരു മീൻസ് എന്ന് വെച്ചാൽ ഒരു ഉപാധി മാത്രമാണ് എന്തെന്ന് പറയുന്നത് വെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെൽത്തിലല്ല വേൾഡ് എൻഡ് ചെയ്യുന്നത് എന്നാണ് ആര് പറയുന്നത്? ആൽഫ്രഡ് മാർഷൽ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് സ്കേഴ്സിറ്റി ഡെഫിനിഷനാണ്. ഇത്
പ്രൊഫസർ ലയണൽ റോബിൻസ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ ഡെഫിനേഷൻ എത്രയേ ഉള്ളൂ. എക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ. അത് മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ്. ഓക്കെ, ഇവിടെ എൻസ് എന്നും സ്കേഴ്സ് മീൻസ് എന്ന് വെച്ചാൽ രണ്ട് വാക്കുകളുണ്ട്. എൻസ് എന്ന് വെച്ചാൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ. ഓക്കെ, മീൻസ് എന്ന് വെച്ചാൽ ആ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഉപാധികൾ. ഓക്കെ, സ്കേഴ്സ് മീൻസ് ആണ്. അതായത് ഇവിടെ ഉപാധികൾ പരിമിതമാണ്. അതായത് നമുക്കറിയാം ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സ് ആണ് ഹ്യൂമൻസ്. ഒന്ന് കിട്ടുമ്പോൾ വീണ്ടും വീണ്ടും അടുത്ത് കിട്ടണം എന്നുള്ള ആഗ്രഹമാണ്. ഓക്കെ, എന്നാൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് പ്രകൃതിയിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഉപാധികൾ വെച്ചിട്ടാണ്. ലിമിറ്റഡ് ആയിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾ വെച്ചിട്ട് വേണം ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ. അതാണ് പറഞ്ഞേക്കുന്നത് ആസ് എ റിലേഷൻ ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ് എന്ന്. ഓക്കെ, വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. അതായത് ഓരോ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന നമുക്ക് ഓരോ റിസോഴ്സിനും അതിൻ്റെതായ വിവിധങ്ങളായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട് അല്ലേ. ഒന്ന് പിന്നെ ഉദാഹരണത്തിന് മണ്ണെന്ന് പറയുന്നത്, ഒരു ഭൂമി എന്ന് പറയുന്നത് നമുക്ക് ഫുട്ബോൾ സ്റ്റേഡിയം പണിയാൻ മാത്രമല്ല ഹോസ്പിറ്റൽ പണിയാൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഹ്യൂമൻ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ എല്ലാം കൂടെ സാധിക്കാൻ പറ്റത്തില്ല. എന്താണ് അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സാധിക്കുന്നതിനുള്ള ഒരു ഉപാധി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനിൽ വരുന്നത്. ഇനി നമുക്ക് ലയണൽ റോബിൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് വാസ് ഗിവൺ ബൈ റോബിൻസ്, ലയണൽ റോബിൻസ് ഇൻ ഹിസ് ബുക്ക്. ഇദ്ദേഹത്തിൻ്റെ ബുക്കിലാണ് പറഞ്ഞത്. ഇത് കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. ഇപ്പോൾ അടുത്തിടെ വന്ന ഡെഫിനിഷനാണ്. 1932 ഇദ്ദേഹം ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ആ ബുക്കിൻ്റെ പേര് ആൻ എസ്സേ ഓൺ ദ നേച്ചർ. ഓക്കെ, ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ്. അതാണ് ഇദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര്. അക്കോർഡിംഗ് ടു റോബിൻസ്, ഇദ്ദേഹം പറയുന്ന പ്രകാരം ദീസ് ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഫൗണ്ട് എവ്രിവെയർ. അതായത് എല്ലാ രാജ്യങ്ങളിലും ഈ അടിസ്ഥാനപരമായ സവിശേഷതകളുണ്ട് അല്ലേ. എല്ലാ രാജ്യത്തും അവിടുത്തെ റിസോഴ്സ് എന്ന് വെച്ചാൽ സ്കേഴ്സ് ആണ്, പരിമിതമായ റിസോഴ്സാണ് ഉള്ളത്. ഇൻ ഓൾ കൺട്രീസ് ആൻഡ് അറ്റ് ഓൾ ടൈംസ്. എല്ലാ സമയവും എല്ലാ രാജ്യങ്ങളിലും എല്ലായിടത്തും ഈ അടിസ്ഥാനപരമായിട്ടുള്ള സവിശേഷതകൾ വരുന്നുണ്ട്. അപ്പം എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഹൗ ദ സ്കേഴ്സ് റിസോഴ്സസ് ഓഫ് സൊസൈറ്റി. അത് സൊസൈറ്റിയിലുള്ള സമൂഹത്തിലുള്ള ഈ പരിമിതമായ ഈ റിസോഴ്സ് എങ്ങനെ ഫലപ്രദമായി യൂട്ടിലൈസ് ചെയ്യുന്നു. വുഡ് ബി അലോക്കേറ്റഡ് ടു സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഡിഫറൻറ്റ് വാണ്ട്സ്. അതായത് മനുഷ്യനുള്ള ഡിഫറൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആവശ്യങ്ങളുള്ളത് ഏത് ആവശ്യത്തിന് വേണ്ടി വിനിയോഗിച്ചാലാണ് ഇത് പൂർത്തിയാവുക. അല്ലെന്നുണ്ടെങ്കിൽ ഏത് ആവശ്യത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്. അത് ഓരോ വിഭവവും ഇത് ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കേണ്ടതുണ്ട്. ഓക്കെ, അതിനെപ്പറ്റിയാണ് ഇദ്ദേഹം പറയുന്നത്. അടുത്ത പറയുന്നത് ഗ്രോത്ത് ഓറിയൻറ്റഡ് ഡെഫിനിഷനാണ്. ഇത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ലയണൽ റോബിൻസിൻ്റെ സ്കേഴ്സിറ്റി ഡെഫിനിഷനുമായിട്ട് സാമ്യമുള്ളതാണ്. ഓക്കെ, ഇത് ഈ ഗ്രോത്ത് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് പ്രൊഫസർ സാമുവൽസൺ ആണ്. അക്കോർഡിംഗ് ടു പ്രൊഫസർ സാമുവൽസൺ, എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ഹൗ മാൻ ആൻഡ് സൊസൈറ്റി ചൂസ്. എങ്ങനെയാണ് മനുഷ്യരോ അല്ലെങ്കിൽ ഒരു സമൂഹമോ സൊസൈറ്റിയോ ചൂസ് ചെയ്യുന്നത്. അതായത് വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് മണിയാണ്, പണം ഉപയോഗിച്ചോ അല്ലാതെയോ. എന്ത് ചൂസ് ചെയ്യുന്നത്? ടു എംപ്ലോയ് സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പരിമിതമായിട്ടുള്ള ഈ പ്രൊഡക്റ്റീവായിട്ടുള്ള റിസോഴ്സ് എംപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. അവരെന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നുള്ളത്. ഓക്കെ, വിച്ച് കുഡ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലാൻഡിന് വിവിധ ഉപയോഗങ്ങൾ ഉള്ളതുപോലെ അപ്പം ഈ ഓരോ പ്രകൃതി വിഭവത്തിനും വിവിധ ഉപയോഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വിവിധമായിട്ടുള്ള ഉപയോഗങ്ങളുള്ള പ്രകൃതി വിഭവങ്ങൾ അവർ എങ്ങനെ പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ടു പ്രൊഡ്യൂസ് വേരിയസ് കമ്മോഡിറ്റീസ് ഓവർ ടൈം ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം ഫോർ കൺസംഷൻ. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് അവർ കൺസംഷന് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നൗ ആൻഡ് ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പോഴും ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും എമംഗ് വേരിയസ് പീപ്പിൾ ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, അത് ജനങ്ങൾക്കിടയിലും സൊസൈറ്റികൾക്കിടയിലും ഇപ്പോഴും ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും ഉള്ള കമ്മോഡിറ്റീസ് ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ ഫ്യൂച്ചർ എന്നുള്ള വാക്ക് വരുമ്പോൾ ഇവിടെ ഗ്രോത്ത് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ അത് സാറ്റിസ്ഫൈ ആവുന്നത്. ഓക്കെ, ഇപ്പോൾ ഗ്രോത്ത് എന്ന് പറയുമ്പം ഇപ്പോഴത്തെ പ്രസന്റ് ജനറേഷൻ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് തീർത്താൽ പോരാ. ഫ്യൂച്ചർ ജനറേഷനും കൂടെ അത് ഉപയോഗിക്കത്തക്ക രീതിയിൽ വരുമ്പോഴാണ് അതൊരു ഗ്രോത്ത് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഡെഫിനിഷനാണ് ഇദ്ദേഹത്തിൻ്റെത്, അതായത് സാമുവൽസന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതായത് സാമുവൽസൺസ് ഡെഫിനിഷൻ ഈസ് കൺസിഡേർഡ് ടു ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻഡ് സാറ്റിസ്ഫാക്ടറി. ഓക്കെ, ഒരു എക്കണോമിക്സിനെ സംബന്ധിച്ച് ഏറ്റവും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഡെഫിനിഷൻ ഇദ്ദേഹമാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഇൻക്ലൂഡ്സ് ഓൾ ദ ഇഷ്യൂസ് വിച്ച് വെയർ ഹൈലൈറ്റഡ് ഇൻ ദ ഏർലിയർ ഡെഫിനിഷൻസ്. അതായത് നേരത്തെ പറഞ്ഞ 3 ഡെഫിനിഷൻ പറഞ്ഞ കാര്യങ്ങളും ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പറഞ്ഞില്ല. അപ്പോൾ പഴയ ഡെഫിനിഷനിലെ വെൽത്ത്, സ്കേഴ്സിറ്റി എല്ലാം ഇതിൽ വരുന്നുണ്ട്. ബട്ട് ഓൾസോ ടേക്സ് അപ്പ് ദ ഇഷ്യൂ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സോഷ്യൽ വെൽഫെയർ. ഗ്രോത്തിനെ കുറിച്ചും സാമൂഹ്യ ക്ഷേമത്തെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഡെഫിനിഷൻ ഇദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൺക്ലൂഷനായിട്ട് പറയുന്നത് ഏറ്റവും കൂടുതൽ എക്കണോമിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഞാൻ കൺക്ലൂഷനായിട്ട് പറയുന്നത്. ഓക്കെ, അത് എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ്
ഹൗ പീപ്പിൾ ആൻഡ് സൊസൈറ്റി ചൂസ് ടു എംപ്ലോയ് സ്കേഴ്സ് റിസോഴ്സസ്, അതായത് വ്യക്തികളും സമൂഹവും ഈ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ് എങ്ങനെ എംപ്ലോയ് ചെയ്യുന്നുള്ളത്. ദാറ്റ് കുഡ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്, അതിന് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്, അതായത് പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് വേരിയസ് കമ്മോഡിറ്റീസ്, എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്? പല പല കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്. ദാറ്റ് സാറ്റിസ്ഫൈ ദെയർ വാണ്ട്സ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ഈ കമ്മോഡിറ്റീസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആൻഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദം ഫോർ കൺസംഷൻ എമംഗ് വേരിയസ് പേഴ്സൺസ് ആൻഡ് ഗ്രൂപ്പ്സ് ഇൻ സൊസൈറ്റി. ഓക്കെ, അത് എന്താണ് അത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട്, അതായത് സമൂഹത്തിലുള്ള മറ്റ് വ്യക്തികൾക്കും ആൾക്കാർക്കും ഉപയോഗിക്കത്തക്ക രീതിയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതാണ് ഞാൻ കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.